السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തുസൂക്ഷിക്കുവാനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ഒന്നൊഴിയാതെ ജീവിതത്തിൽ പകർത്തുവാനും ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യണം എന്ന് സ്വന്തം നഫ്സിനെയും നിങ്ങൾ ഓരോരുത്തരെയും വളരെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അപ്രകാരം ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മുകളിൽപ്പെട്ട, പേരുകളിൽപ്പെട്ട ഒരു പേരാണ് അർ-റസ്സാഖ്. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല റാസിഖ് ആകുന്നു, അല്ലെങ്കിൽ അർ-റസ്സാഖ് ആകുന്നു. എന്താണ് അർ-റസ്സാഖ് എന്ന് പറഞ്ഞാൽ? താൻ സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികൾക്കും നിർലോഭം ഭക്ഷണം നൽകുന്നവൻ, റിസ്ക് നൽകുന്നവൻ, ഉപജീവനം നൽകുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും അതിൽ ജീവജാലങ്ങളെ വിന്യസിക്കുകയും ഓരോ സൃഷ്ടികൾക്കും ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം, ഉപജീവന മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുകയും ചെയ്തിട്ടുണ്ട്. മാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ഭൂമുഖത്ത് ഒരു ജീവിയുമില്ല, അതിന്റെ റിസ്ക് അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അതിന്റെ ഭക്ഷണം, അതിന്റെ ഉപജീവനം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും ഉപജീവനം, റിസ്ക് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും സൃഷ്ടികൾക്ക് ഉപജീവനം നൽകുവാൻ കഴിയുക തന്നെയില്ല. ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് ഖുലില്ലാഹ്. ചോദിക്കുക, ആകാശലോകത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ആരാണ്? ഖുൽ, പറയുക, അല്ലാഹ്, അല്ലാഹു ആകുന്നു. വേറെ ഒരാൾക്കും അത് നൽകുക സാധ്യമല്ല. അപ്പോൾ ഉപജീവനം നൽകുന്നവൻ, ഭക്ഷണം നൽകുന്നവൻ, റിസ്ക് നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവികൾക്കും, മനുഷ്യർക്കും ജിന്നുവർഗത്തിനുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് സംവിധാനിച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പൊതുവെ റിസ്ക് നൽകുമെങ്കിലും അവരുടെ റിസ്ഖിൽ ബർക്കത്തും വിശാലതയും ലഭിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാരണങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. ബോധപൂർവം ഒരടിമ ആ കാരണങ്ങളെ സമീപിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഉപജീവനത്തിൽ അല്ലാഹു ബർക്കത്തും വിശാലതയും നൽകും. എന്താണ് ബർക്കത്ത്? ആ വാചകം കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ആശയം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. റിസ്ഖിൽ വിശാലത ലഭിക്കുക, പട്ടിണിയും ദാരിദ്ര്യവുമില്ലാത്ത അവസ്ഥയുണ്ടാവുക, അല്പമാണ് ലഭിക്കുന്നതെങ്കിലും മനസ്സമാധാനമുണ്ടാവുക, ശാന്തി ഉണ്ടാവുക, ഇതൊക്കെയാണ് ബർക്കത്തിന്റെ വിവക്ഷ. അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖിൽ ബറക്കത്ത് നൽകണമെങ്കിൽ ചില കാരണങ്ങളെ ബോധപൂർവം സൃഷ്ടികൾ സമീപിക്കേണ്ടതുണ്ട്. മനുഷ്യന്മാർ
ആ കാരണങ്ങൾ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും എമ്പാട് അതിൽ ഏതാനും ചിലത് മാത്രമാണ് ഞാൻ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് അവന് മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. അങ്ങനെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന അവന്റെ സൃഷ്ടികൾക്ക് ഉപജീവനത്തിൽ വിശാലത നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിരിക്കുന്നു. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചത് എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അവർ എനിക്ക് ഭക്ഷണം നൽകേണ്ടതില്ല, അവർ എന്നെ തീറ്റിപ്പോറ്റുകയും വേണ്ടതില്ല. മറിച്ച് ഇന്നല്ലാഹു ഹുവർ റസ്സാഖ്, അല്ലാഹുവാകുന്നു റിസ്ഖ് നൽകുന്നവൻ. നിങ്ങൾ അവന് മാത്രം ഇബാദത്ത് ചെയ്താൽ, അവനെ മാത്രം ആരാധിച്ചാൽ, അവനിൽ വിശ്വസിച്ചാൽ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ അവൻ നിങ്ങൾക്ക് റിസ്ഖ് നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം നൽകിയിരിക്കുന്നു. വമൻ യഅമൽ മിനസ് സാലിഹാത്തി മിൻ ദക്കറിൻ ഔ ഉൻസാ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ. നിങ്ങളുടെ കൂട്ടത്തിൽ സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ യഅനി ഹയാതൻ സആദ, സന്തോഷകരമായ വിശാലതയുള്ള ഉപജീവനത്തിൽ വിശാലതയുള്ള ബറക്കത്തുള്ള ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. എന്താണ് കണ്ടീഷൻ? ഈമാനും അമലുസ് സാലിഹാത്തും. അപ്പോൾ നമ്മളുടെ ഉപജീവനത്തിൽ, നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ നമ്മൾ തൗഹീദുള്ളവരായിരിക്കണം, നമ്മുടെ ഈമാൻ ശരിയായിരിക്കണം, നമ്മൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. രണ്ടാമത്തത് തഖ്വയുണ്ടാകണം. എന്താണ് തഖ്വ? അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതൊക്കെ അനുസരിക്കലും അല്ലാഹു വിരോധിച്ച ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിനുമാണ് തഖ്വ എന്ന് പറയുന്നത്. അല്ലാഹു കൽപ്പിച്ച 5 വക്ത് നമസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ് തുടങ്ങിയ വാജിബാത്തുകൾ അത് ജീവിതത്തിൽ കൊണ്ടുവരിക. അല്ലാഹു ഹറാമാക്കിയിട്ടുള്ള കൊലപാതകം, സിഹ്ർ, വ്യഭിചാരം, കളവ് പറയൽ, തോന്നിവാസങ്ങൾ, വൃത്തികേടുകൾ എന്നിവയിൽ നിന്നെല്ലാം മാറി നിൽക്കുകയും ചെയ്യുക. ഇങ്ങനെ തഖ്വയോടുകൂടി ജീവിച്ചാൽ റിസ്ഖിൽ, ഉപജീവനത്തിൽ അല്ലാഹു വിശാലത നൽകും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആരാണോ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നത് അവർക്കെല്ലാ പ്രതിസന്ധികളിലും അള്ളാഹു അവർക്ക് പോംവഴികൾ നൽകുകയും അവർ പോലും കണക്കാക്കാത്ത രൂപത്തിൽ അള്ളാഹു ഉപജീവനത്തിൽ അവർക്ക് വിശാലത നൽകുകയും ചെയ്യും. അവരറിയാത്ത രൂപത്തിൽ റിസ്ഖ് അവരുടെ ജീവിതത്തിലേക്ക് വന്നെത്തും, ലാഭം അവരുടെ ജീവിതത്തിലേക്ക് വന്നെത്തും. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നത്, തഖ്വയോടുകൂടി ജീവിക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ഖിൽ ബർക്കത്ത് ലഭിക്കാനുള്ള കാരണമായി നിശ്ചയിച്ചിരിക്കുന്നു. സൂറത്തുൽ അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. അഹ്ലുൽ ഖുറയിൽപ്പെട്ട പട്ടണക്കാരായ ആളുകൾ, മനുഷ്യർ, അവർ വിശ്വസിക്കുകയും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള റിസ്ഖിന്റെ ബറക്കാത്തിന്റെ വാതിലുകൾ അല്ലാഹു അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു. എല്ലാ മേഖലയിലും ബറക്കത്ത്, തൊടുന്നിടത്തൊക്കെ അനുഗ്രഹങ്ങൾ അത് അല്ലാഹു നൽകും. എപ്പോൾ? വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ, ഈമാനും വേണം, തഖ്വയും വേണം. എങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും എന്ന് പറഞ്ഞാൽ യഥേഷ്ടം മഴ പെയ്യും. അതോടൊപ്പം സസ്യലതാദികൾ യഥേഷ്ടം മുളച്ചുകൊണ്ടും ഭക്ഷണത്തിൽ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. പക്ഷെ അവർ ഈമാനും തഖ്വയും കൈക്കൊള്ളുന്നില്ല എന്ന് ആ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് റിസ്ഖിൽ വിശാലത ലഭിക്കാനുള്ള, ബർക്കത്ത് ലഭിക്കാനുള്ള 2 കാരണം, ഒന്ന് ഈമാനും മറ്റൊന്ന് തഖ്വയുമാണ്. മൂന്നാമത്തെ കാരണം മതത്തിൽ ഉറച്ചു നിൽക്കലാണ്. വഅല്ലവിസ്തഖാമു അല ത്വരീഖ ലഅസ്ഖൈനാഹും മാഅൻ ഗദഖാ. അവർ ശരിയായ പാതയിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ, തെറ്റിപ്പോകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സ്വഹാബത്തിന്റെ മൻഹജും മുറുകെ പിടിച്ച് സിറാത്തുൽ മുസ്തഖീമിൽ ഖുൽ ഹാദിഹി
സബീലി, ഇതാകുന്നു എന്റെ മാർഗം എന്ന് പറഞ്ഞ ആ സിറാത്തുൽ മുസ്തഖീം. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും അൻ സബീലി, ഇതാകുന്നു എന്റെ വഴി, അത് മാത്രമേ നിങ്ങൾ പിൻപറ്റാകൂ, മറ്റു വഴികൾ നിങ്ങൾ സ്വീകരിക്കരുത്. ഇങ്ങനെ ഖുർആനും ഹദീസും മുറുകെ പിടിച്ചുകൊണ്ട് പിഴച്ചുപോയ കക്ഷികളിൽ ഒന്നും ഉൾപ്പെടാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് തെറ്റിപ്പോയ പിഴച്ച കക്ഷികളിലേക്ക് പോകാതെ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിന്നാൽ വഅല്ലവിസ്തഖാമു അല ത്വരീഖ, ആ ശരിയായ ത്വരീഖിൽ വഴിയിൽ സിറാത്തുൽ മുസ്തഖീമിൽ അവർ ഉറച്ചു നിന്നാൽ ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ, അവർക്ക് നാം കുടിക്കാൻ യഥേഷ്ടമായി വെള്ളം നൽകുന്നതാകുന്നു. വെള്ളം എന്ന് പറഞ്ഞാൽ ബറക്കത്തിന്റെ അടയാളമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വെള്ളം എവിടെയാണോ ഉള്ളത് അവിടെയാണ് സമ്പത്തുള്ളത്, വെള്ളം എവിടെയില്ലയോ അവിടെ സമ്പത്തില്ല. കുടിക്കാൻ യോഗ്യമായ വെള്ളമുള്ള നാടുകളിൽ ബറക്കത്തുണ്ടാകും എന്നർത്ഥം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിന്നാൽ യഥേഷ്ടം നിങ്ങൾക്ക് കുടിക്കുവാനുള്ള വെള്ളം, ശുദ്ധമായ വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് നിന്ന് ഇറക്കിത്തരും. അതുപോലെ തന്നെ തഖ്വയുടെ അതല്ലെങ്കിൽ റിസ്ഖിൽ വിശാലത ലഭിക്കാനുള്ള മറ്റൊരു കാരണമാണ് സദഖകൾ വർദ്ധിപ്പിക്കുക എന്നത്. ഇന്നല്ലാഹ യജ്സിൽ മുതസദ്ദിഖീൻ, സദഖ ചെയ്യുന്ന ആളുകൾക്ക്, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു ഇരട്ടിയായി പ്രതിഫലം നൽകുന്നതാകുന്നു. വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫൗലൈക ഹുമുൽ മുദ്ഇഫൂൻ, അല്ലാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് നിങ്ങൾ സദഖയും സകാത്തും നൽകിയാൽ നിങ്ങൾക്ക് അല്ലാഹു ഇരട്ടിയായി നൽകുന്നതാകുന്നു. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫു, നിങ്ങൾ യാതൊന്ന് ചെലവഴിച്ചാലും അല്ലാഹു അവിടെ പകരമായി അതിനേക്കാൾ മുന്തിയത് നൽകും. വഹുവ ഖൈറുർ റാസിഖീൻ, അല്ലാഹു വളരെ നന്നായി റിസ്ഖ് നൽകുന്നവനാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൽ ആണയിട്ടുകൊണ്ട് 3 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഒന്ന് മാ നഖസ മാലു അബ്ദിൻ മിൻ സദഖ മിൻ മാൽ, സദഖ കൊണ്ട് ഒരടിമയുടെ ധനവും കുറഞ്ഞുപോയിട്ടില്ല. ദാനധർമ്മങ്ങൾ കൊണ്ട്, സകാത്ത് കൊണ്ട്, സദഖ കൊണ്ട് ഒരാളുടെ സമ്പത്തിലും കുറവുണ്ടായിട്ടില്ല. പിന്നെയോ അത് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസനാ ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറാ, അല്ലാഹുവിന് നല്ല കടം നൽകാൻ ആരുണ്ട് എങ്കിൽ അല്ലാഹു അവർക്ക് ഇരട്ടിയായി നൽകുന്നതാകുന്നു. മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരുടെ ഉപമ ഒരു ധാന്യമണിയെ പോലെയാണ്. ആ ധാന്യമണി 7 കതിരുകൾ ഉൽപ്പാദിപ്പിച്ചു, ഓരോ കതിരിലും 100 ധാന്യങ്ങൾ. അങ്ങനെ 1 നിന്ന് 7 പിന്നെ 700 പിന്നെ അതിനേക്കാൾ അധികവും അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. സദഖ കൊണ്ട് റിസ്ഖിൽ ബർക്കത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ റിസ്ഖിൽ ബർക്കത്തുണ്ടാകാനുള്ള കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സദഖ വർദ്ധിപ്പിക്കുക എന്ന കാര്യം. അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കുക എന്നത് റിസ്ഖിൽ വിശാലത ലഭിക്കാനുള്ള മറ്റൊരു കാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സറഹു അൻ യുബ്സത ലഹു ഫീ റിസ്ഖി വയുൻസഅ ലഹു ഫീ അസരി ഫൽയസിൽ റഹിമഹു, തന്റെ റിസ്ഖിൽ വിശാലത ലഭിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ കുടുംബബന്ധം ചേർക്കട്ടെ. ഉമ്മയോടുള്ള, ഉപ്പയോടുള്ള, സഹോദരന്മാരോടുള്ള, അതുപോലെ തന്നെ കുടുംബബന്ധമുള്ള ആളുകളോടൊക്കെ നല്ല ബന്ധം ചേർത്താൽ അവരുടെ റിസ്ഖിൽ അല്ലാഹു ബർക്കത്ത് നൽകും. പലപ്പോഴും പല ആളുകളും കുടുംബബന്ധം ചേർക്കാൻ മടി കാണിക്കുന്നത് ഞങ്ങളുടെ കയ്യിലുള്ളത് അവർക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് പേടിച്ചിട്ടാണ്. കുടുംബക്കാരായ ആളുകളൊക്കെ പ്രയാസപ്പെടുമ്പോ അവരുമായി നല്ല ബന്ധം പുലർത്തിയാൽ അവരെ സഹായിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ അവരെ സഹായിക്കേണ്ടി വന്നാൽ എനിക്കും എന്റെ മക്കൾക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് ഭയപ്പെട്ട് കുടുംബബന്ധം ചേർക്കാത്ത, കുടുംബത്തിലുള്ള ആളുകളുടെ കാര്യങ്ങൾ പരിഗണിക്കാത്ത അല്പബുദ്ധികളായ ആളുകളുണ്ട്. അവർ അല്പബുദ്ധികളാണ്. എന്തുകൊണ്ടാണ്? അവർ കണക്ക് കൂട്ടുന്നത് ദുനിയാവിന്റെ കണക്ക് വെച്ചാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, റിസ്ഖ് നൽകുന്നവൻ ഞാനാണ്. നിങ്ങൾ കുടുംബബന്ധം ചേർക്കുകയും കുടുംബബന്ധമുള്ള ആളുകൾക്ക് സഹായങ്ങൾ നൽകുകയും ചെയ്താൽ അവിടെ സദഖയുടെ പ്രതിഫലവും ലഭിക്കും, കുടുംബബന്ധത്തിന്റെ പ്രതിഫലവും ലഭിക്കും. നിങ്ങളുടെ റിസ്ഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിശാലമായി വർദ്ധിപ്പിച്ചു തരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഉപജീവനത്തിൽ വിശാലത ലഭിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായി ഇസ്ലാം പഠിപ്പിക്കുന്നത് കുടുംബബന്ധം ചേർക്കുക എന്ന കാര്യമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ശരിയായ തവക്കുലുണ്ടെങ്കിൽ റിസ്ഖിൽ വിശാലത ലഭിക്കും. തവക്കുൽ വേണം.
ദുനിയാവിന്റെ കണക്കുകൂട്ടലുകളിലല്ല തവക്കലുണ്ടാകേണ്ടത്. ഒരു കച്ചവടം വിജയിക്കാൻ, കച്ചവടത്തിൽ ലാഭമുണ്ടാകാൻ, റിസ്ഖിൽ വിശാലതയുണ്ടാകാൻ ദുനിയാവിന്റെ കണക്കുകൂട്ടലുകൾ മാത്രം നടത്തി ദുനിയാവിലെ കാരണങ്ങളിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും ഹറാമുകൾ ചെയ്യും. എന്തുകൊണ്ടാണ്? അവർ മനസ്സിലാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച ഈ കാര്യം ഞാൻ ശ്രദ്ധിച്ചാൽ എനിക്ക് കച്ചവടത്തിൽ നഷ്ടമുണ്ടാകും, അതുകൊണ്ട് തൽക്കാലം ഈ ഹറാമ് ചെയ്യുകയല്ലാതെ നിർവാഹമില്ല, എങ്കിലേ എനിക്ക് എന്റെ റിസ്ഖിൽ വിശാലതയുണ്ടാവുകയുള്ളൂ. നമസ്കാരത്തിന് കൃത്യമായി കടയടിച്ച് പള്ളിയിലേക്ക് പോയാൽ എനിക്ക് കച്ചവടത്തിൽ ലാഭം ഉണ്ടാവൂല, അതുകൊണ്ട് ജമാഅത്ത് ഒഴിവാക്കിയാലും വേണ്ടിയില്ല, കച്ചവടം നടക്കട്ടെ. സുബഹി നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, നേരം വെളുക്കുന്നത് വരെ കച്ചവടം നടക്കട്ടെ എന്നിങ്ങനെ ഭൗതിക കാരണങ്ങളിൽ ഇഅ്തിമാദ് നടത്തുന്ന ആളുകളുണ്ട്. എന്നാൽ അവരുടെ കച്ചവടത്തിൽ വല്ല ലാഭവും ഉണ്ടായോ? ഇല്ല. മരിക്കുന്നത് വരെ, ഖബറിൽ പോകുന്നത് വരെ പരാതിയല്ലാതെ മറ്റൊന്നും അവർക്കില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. നിങ്ങൾ അല്ലാഹുവിൽ ബലമേൽപ്പിച്ചാൽ അവൻ മതി നിങ്ങൾക്ക്, അവൻ നിങ്ങളെ സഹായിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്നകും തവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി ലറസഖകും കമാ യർസുഖു അത്തൈർ. നിങ്ങൾ അല്ലാഹുവിൽ ശരിയായ നിലക്ക് ബലമേൽപ്പിച്ചാൽ പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ അവൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകും. കാരണം പക്ഷികളുടെ പ്രത്യേകത എന്താണ്? അവ പ്രഭാതത്തിൽ കാലിവയറുമായി കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു, എന്നാൽ പ്രദോഷമാകുമ്പോൾ വയറ് നിറച്ച് തിരിച്ചു വരുന്നു. അവരൊന്നും കരുതുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഭക്ഷണം നൽകുന്നത് പോലെ നിങ്ങൾക്കും അല്ലാഹു ഓരോ ദിവസവും നിശ്ചയിച്ച റിസ്ക് നിങ്ങൾക്ക് എത്തിച്ചു തരും. പക്ഷെ തവക്കുൽ വേണം, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം, കൃത്യമായ വിശ്വാസമുണ്ടാകണം. റിസ്ഖിൽ വിശാലത ലഭിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് അത്. ഇപ്രകാരം പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചിട്ടുള്ള ഈ ഒരു കാരണങ്ങളെ പ്രതീക്ഷയോടുകൂടി ബോധപൂർവം നമ്മൾ സമീപിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ റിസ്ഖിൽ, ഉപജീവനത്തിൽ, കച്ചവടത്തിൽ, കച്ചവട മാർഗങ്ങളിൽ ഒക്കെ, കൃഷിയിലുമൊക്കെ അല്ലാഹു നമുക്ക് ബറക്കത്തും വിശാലതയും നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أيها الإخوان والأخوات أوصيكم وإياي ثانيا بتقوى الله. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഉപജീവനത്തിൽ, റിസ്ഖിൽ ബറക്കത്തും വിശാലതയും ലഭിക്കാനുള്ള മറ്റൊരു കാരണമാണ് ഇസ്തിഗ്ഫാറും തൗബയും. നമ്മളുടെ പാപങ്ങൾ നമ്മളുടെ റിസ്ഖിനെ തടഞ്ഞുവെക്കും. നമ്മളുടെ കുറ്റകൃത്യങ്ങൾ, മഅസിയത്തുകൾ റിസ്ഖിനെ തടഞ്ഞുവെക്കും. അപ്പോൾ ഇസ്തിഗ്ഫാറിലൂടെ, തൗബയിലൂടെ നമുക്ക് നമ്മുടെ റിസ്ഖിൽ ബറക്കത്ത് ലഭിക്കുന്നതാണ്. മഹാനായ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയസിദ്കും ഖുവ്വതൻ ഇലാ ഖുവ്വതികും. അദ്ദേഹം പറഞ്ഞു, എന്റെ ഉമ്മത്തെ, എന്റെ സമൂഹമേ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറും തൗബയും നടത്തിക്കോളൂ. എന്നാലോ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, ധാരാളമായി അല്ലാഹു നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും. തൗബ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും മഴ ലഭിക്കും. നമ്മൾ പഠിച്ച കാരണം എന്താണ്? കാർമേഘങ്ങൾ ഉണ്ടെങ്കിൽ അന്തരീക്ഷത്തിലേക്ക് വെള്ളത്തിൽ നിന്ന് സൂര്യന്റെ ആ ജ്വാല കൊണ്ട് നീരാവിയായി ഉയരുന്ന വെള്ളം, അത് ശാസ്ത്രീയമായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നാലേ മഴ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ നമ്മുടെ കണക്കുകൂട്ടൽ. എന്നാൽ മഴമേഘത്തെ സൃഷ്ടിക്കുകയും ആ സംവിധാനങ്ങൾ ചെയ്തതും ആരാ? അല്ലാഹുവാണ്. അവൻ ഉദ്ദേശിക്കുമ്പോൾ മഴ പെയ്യും, അവൻ ഉദ്ദേശിക്കുമ്പോൾ മഴ പെയ്യില്ല. മഴ അല്ലാഹുവിന്റെ കൈകളിലുള്ളതാണ്. ആ മഴ നമുക്ക് ലഭിക്കാൻ, ബറക്കത്ത് ലഭിക്കാൻ അല്ലാഹു നിശ്ചയിച്ച കാരണം തിന്മകളിൽ നിന്ന് മാറി തൗബയും ഇസ്തിഗ്ഫാറും നടത്തൂ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് എന്താണ്? ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തൂ, നിങ്ങൾക്ക് ധാരാളമായി മഴ ലഭിക്കും, സന്താനങ്ങൾ വർദ്ധിക്കും, സമ്പത്ത് വർദ്ധിക്കും, തോട്ടങ്ങളും പുഴകളും നദികളും അല്ലാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും ഇസ്തിഗ്ഫാറിലൂടെ. അതുകൊണ്ട് ഉപജീവനത്തിൽ വിശാലത ലഭിക്കാൻ ഇസ്തിഗ്ഫാർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അങ്ങനെ നന്ദിയുള്ള അടിമയായി തീർന്നാൽ ഇൻഷാ അല്ലാഹ് ഉപജീവനത്തിൽ വിശാലത ലഭിക്കും. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്.
നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു തരും. ലഭിച്ച റിസ്ഖിന് നന്ദി കാണിക്കുക, എങ്കിൽ ഉപജീവനത്തിൽ നിങ്ങൾക്ക് ഞാൻ വിശാലത നൽകാം. എന്നാൽ നിങ്ങൾ നന്ദികേട് കാണിച്ചാലോ എന്റെ ശിക്ഷ അതികഠിനമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നന്ദിയുള്ള അടിമകളായി തീരുക എന്നത് ഉപജീവനത്തിൽ വിശാലത ലഭിക്കാനുള്ള മറ്റൊരു കാരണമാണ്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖിൽ വ്യത്യാസം നൽകിയിട്ടുണ്ട്. ഇന്നല്ലാഹ യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വ യഖ്ദിർ. അള്ളാഹു ചിലർക്ക് കുറെ കൊടുത്തിട്ടുണ്ട്, ചിലർക്ക് അള്ളാഹു ഒരു നിശ്ചിത തോതിലാണ് കൊടുത്തിട്ടുള്ളത്. ഉപജീവനത്തിൽ എല്ലാവരും ഒരുപോലെയല്ല. ഓരോ വ്യക്തിയും ഒരാളിൽ നിന്ന് വ്യത്യസ്തനാണ്. ഓരോ ആളുകളും തനിക്ക് ലഭിച്ചതിൽ സംതൃപ്തി അടയണം. തന്നേക്കാൾ കൂടുതൽ ലഭിച്ച ആളുകളോട് അസൂയയോ വെറുപ്പോ ഉണ്ടാകാൻ പാടില്ല. തന്നേക്കാൾ കുറവ് ലഭിച്ച ആളുകളോട് പുച്ഛമോ അതുപോലെയുള്ള പരിഹാസമോ ഉണ്ടാവാനും പാടില്ല. മറിച്ച് ഓരോരുത്തർക്കും തനിക്ക് നൽകപ്പെട്ടതിൽ സംതൃപ്തി പ്രകടിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ തബാറക വ തആല യബ്തലി അബ്ദഹു ബിമാ അതാ. അല്ലാഹു ഒരു അടിമക്ക് നൽകിയതിൽ ആ അടിമയെ പരീക്ഷിക്കും, അവന് നൽകിയ വിഷയങ്ങളിൽ പരീക്ഷിക്കും. ഫമൻ റളിയ ബിമാ ഖസമല്ലാഹു ലഹു ബാറകല്ലാഹു ലഹു ഫീഹി. ആരെങ്കിലും അല്ലാഹു തനിക്ക് നൽകിയതിൽ സംതൃപ്തനാണെങ്കിൽ അള്ളാഹു അവന് ബർക്കത്ത് നൽകും. വവസ്സഅഹു ലഹു, അവന് വിശാലതയും നൽകുന്നതാകുന്നു. എന്നാൽ വമല്ലം യർള, ആരെങ്കിലും സംതൃപ്തനല്ലെങ്കിലോ ലം യുബാരിക് ലഹു, അള്ളാഹു അയാൾക്ക് ഒരു ബർക്കത്തും നൽകുകയില്ല, ഒരു ബർക്കത്തും അയാൾക്ക് ലഭിക്കുകയില്ല. അപ്പൊ ഓരോരുത്തരും അവനവന് ലഭിച്ചത് എനിക്കെന്റെ നാഥൻ ഇത്രയേ നൽകിയുള്ളൂ, അതെന്റെ നാഥന്റെ ഹിക്മത്തിൽപ്പെട്ടതാണ്, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ട് ഞാനിതിൽ സംതൃപ്തനാണ്. ആ സംതൃപ്തി ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകും, ഹൃദയത്തിന് വിശാലത നൽകും, സമാധാനവും ശാന്തിയും നൽകും. എന്നാൽ ലക്ഷങ്ങൾ കിട്ടിയിട്ടും ഒരാൾ സംതൃപ്തനല്ലെങ്കിലോ അയാൾക്ക് ഒരു ബർക്കത്തും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. സന്തോഷമോ മനസ്സമാധാനത്തോടുകൂടിയുള്ള ഒരു ഉറക്കമോ അയാൾക്ക് ലഭിക്കുകയില്ല. ഒരു കാരണം കൂടി പറയട്ടെ, ഉപജീവനത്തിൽ വിശാലത ലഭിക്കാൻ നമ്മൾ അല്ലാഹുവിനെ സദാ ഓർക്കുന്നവരായിരിക്കണം. അല്ലാഹുവിനെ എപ്പോഴും ഓർക്കണം. അല്ലാഹുവിനെ ദിക്ർ ചെയ്യാനാണ് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. എന്റെ ദിക്റിനെ ആരാണോ അവഗണിക്കുന്നത് അവന് നാം ഒരു ഇടുങ്ങിയ ജീവിതമാണ് നൽകുക, കുടുസായ ജീവിതം, വിശാലതയില്ലാത്ത ജീവിതം, ലക്ഷങ്ങളുണ്ടെങ്കിലും സംതൃപ്തിയില്ലാത്തൊരു മാനസികാവസ്ഥ അതുണ്ടാകും. ആർക്ക്? അള്ളാഹുവിനെ ദിക്ർ ചെയ്യാത്ത, അള്ളാഹുവിനെ ഓർക്കാത്ത, നന്ദിയില്ലാത്ത ആളുകൾക്ക്. എന്നാൽ അള്ളാഹുവിനെ ഓർക്കുന്ന, ദിക്ർ ചെയ്യുന്ന, ദിക്ർ ചൊല്ലുന്ന ആളുകൾക്ക് അവർക്ക് കുറച്ചാണെങ്കിലും ഇൻഷാ അല്ലാഹ് അവരുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. ഇതൊക്കെ പഠിപ്പിക്കപ്പെട്ട കാരണങ്ങളാണ്. എമ്പാടും കാരണങ്ങൾ വേറെയുമുണ്ട്, അതൊക്കെ പിന്നീട് നമുക്ക് പഠിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മളുടെ ഉപജീവനത്തിൽ വിശാലതയും ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഖൈറുകളും ലഭിക്കണമെങ്കിൽ ഈ പറയപ്പെട്ട കാരണങ്ങൾ, ഈമാനും തഖ്വയും ഇസ്തിഖാമത്തും തൗബയും ഇസ്തിഗ്ഫാറും സദഖയും കുടുംബബന്ധം ചേർക്കലും നന്ദിയും എല്ലാം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ റിസ്ഖിൽ വിശാലത നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إليك. اللهم وفق ولي أمرنا الشيخ خليفة بن زايد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقم الصلاة. السلام عليكم ورحمة